തെങ്ങിൽ നിന്ന് മികച്ച വിളവ് ലഭിക്കണമെങ്കിൽ ചിട്ടയായ വളപ്രയോഗം വേണം. കഴിഞ്ഞ മാസം വളം ചേർത്തില്ലെങ്കിൽ ഈ മാസം ചേർക്കണം. നനയില്ലെങ്കിൽ പോലും നന്നായി വളം ചേർക്കാമെങ്കിൽ 90-100 നാളികേരം വിളയും. തെങ്ങിനു ധാരാളം നൈട്രജനും പൊട്ടാഷ്യം വേണം. ഇവ രണ്ടും വേണ്ടത്ര കിട്ടത്തക്ക അളവിൽ ജൈവവളം ചേർക്കാനാവില്ല. ആയാൽ തന്നെ ചെലവ് വളരെ കൂടും. അതിനാൽ തെങ്ങൊന്നിന് 25-50 കിലോഗ്രാം ജൈവവളവും ശുപാർശ അനുസരിച്ചുള്ള രാസവളവും ചേർക്കുക. നൈട്രജന്റെ അഭാവത്തിൽ വളർച്ച മോശമാവുകയും മച്ചിങ്ങയുടെ എണ്ണം കുറയുകയും ചെയ്യും. കട്ടി കൂടിയ കാമ്പ്, കൂടുതൽ കൊപ്ര, കൂടുതൽ മച്ചിങ്ങ പിടുത്തം, മികച്ച രോഗപ്രതിരോധ ശക്തി, വരൾച്ചയെ ചെറുക്കാൻ കഴിവ് എന്നിവ നൽകുന്നത് പൊട്ടാഷാണ്. ആണ്ടിൽ 95 തേങ്ങ കായ്ക്കുന്ന തെങ്ങ് 750 ഗ്രാം നൈട്രജൻ, 330 ഗ്രാം ഫോസ്ഫറസ്, 1100 ഗ്രാം പൊട്ടാഷ്, 170 ഗ്രാം കാൽസ്യം, 280 ഗ്രാം മഗ്നീഷ്യം എന്ന തോതിൽ പ്രധാന മൂലകങ്ങൾ വിനിയോഗിക്കുന്നു. കറിയുപ്പ് തെങ്ങിന് ഗുണം ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. ഒരു വർഷം ഒരു തെങ്ങിന് 1 കിലോഗ്രാം വരെ കറിയുപ്പ് ചേർക്കാം. ഇത് രാസവളത്തിൻ്റെ കൂടെ ചേർക്കേണ്ടതില്ല. ഈ മാസം ജലനിയന്ത്രണം, വളം, സസ്യസംരക്ഷണം എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മെയ് മാസം പൊടിവിത നടത്തിയ പാടങ്ങളിൽ ഈ മാസം മധ്യത്തോടെ രണ്ടാം മേൽവളം വിതറുക. 1 ഏക്കറിന് വളം ഇനി പറയുന്ന പ്രകാരം ചേർക്കുക. നാടൻ ഇനങ്ങൾക്ക് യൂറിയ 12 കിലോ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 7 കിലോ. ഉൽപാദനശേഷി കൂടി മൂപ്പ് കുറഞ്ഞവ യൂറിയ 15 കിലോ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 12 കിലോ. ഉൽപാദനശേഷി കൂടി ഇടത്തരം മൂപ്പ് യൂറിയ 18 കിലോ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 15 കിലോ. ജൂണിൽ നട്ട പാടങ്ങളിലും ഈ മാസം അവസാനത്തോടെ ഒന്നാം മേൽവളം ഇനി പറയുന്ന പ്രകാരം ചേർക്കുക. നാടൻ ഇനങ്ങൾക്ക് യൂറിയ 9 കിലോ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 7 കിലോ. ഉൽപാദനശേഷി കൂടിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾക്ക് യൂറിയ 20 കിലോയും മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 12 കിലോയും. ഉൽപാദനശേഷി കൂടിയ ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾക്ക് യൂറിയ 26 കിലോ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 15 കിലോ. മണലിൻ്റെ അംശം കൂടിയ മണ്ണിൽ വളം ചെറിയ അളവിൽ പല തവണയായി ചേർക്കുന്നതാണ് മെച്ചം. വളം വിതറുന്നതിന് തലേന്ന് പാടത്തെ വെള്ളം വാർന്നു കളയുകയും വളം വിതറി 12 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കയറ്റുകയും ചെയ്യാം. വളം വിതറി ഉടനെ വെള്ളം തുറന്നുവിട്ടാൽ യൂറിയയുടെ 60% വരെ നഷ്ടപ്പെടും. വെള്ളക്കെട്ടുള്ള നിലങ്ങളിൽ വളം വിതറാൻ പറ്റില്ല. ഇത്തരം നിലങ്ങളിൽ യൂറിയ വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്യാം. 10 ലിറ്റർ വെള്ളത്തിൽ 1.5 കിലോഗ്രാം യൂറിയ കലക്കി പവർ സ്പ്രേയർ കൊണ്ട് തളിക്കാം. സാധാരണ സ്പ്രേയർ ആണെങ്കിൽ 10 ലിറ്ററിൽ 500 ഗ്രാം യൂറിയ മതി. 1 ഏക്കറിന് ഒരു തവണ 6 കിലോഗ്രാം യൂറിയ ഇങ്ങനെ ഇലകളിൽ സ്പ്രേ ചെയ്യാം. അധിക വിളയെടുക്കുന്ന കുട്ടനാടൻ നിലങ്ങളിൽ ഈ മാസം 2ാം വാരം രണ്ടാമത്തെ കളയെടുക്കാം. 3ാം വാരം, അതായത് വിതച്ച് 2 മാസമാകുന്നതോടെ 3ാം തവണ മേൽവളമായി ഏക്കറിന് 20 കിലോഗ്രാം യൂറിയയും 15 കിലോഗ്രാം പൊട്ടാഷ് വളവും ചേർക്കാം. പൊക്കാളി നിലങ്ങളിൽ ഏക്കറിന് 200 കിലോഗ്രാം കുമ്മായം വിതരണം, 17.5 കിലോഗ്രാം യൂറിയയും 80 കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് ചേർത്ത് 2ാം വാരം വെട്ടിത്തീർപ്പ് നടത്തുന്നു. നന്നായി സംരക്ഷിച്ചാൽ കശുമാവ് മികച്ച വിളവ് തരും. കൃഷിപ്പണി കുറവായതിനാൽ ചെലവ് കുറയും. ഈ മാസം ഒട്ടുതൈകളുടെ ഒട്ടിച്ച ഭാഗത്തിന് താഴെ നിന്ന് മുളച്ചു വരുന്ന ചിനപ്പുകൾ മുറിച്ചു നീക്കുക. ചുവട്ടിൽ നിന്ന് 1 മീറ്റർ ഉയരം വരെ തൈകളിൽ ശിഖരം വേണ്ട. അത്യാവശ്യത്തിന് കമ്പുകോതൽ നടത്താം. തുറന്നുവച്ച കുടയുടെ ആകൃതിയാകണം മുതിർന്ന കശുമാവിന്. ഇതു ധാരാളം സൂര്യപ്രകാശം കശുമാവിൻ്റെ എല്ലാ ഭാഗത്തും വീഴാൻ സഹായിക്കും. സൂര്യപ്രകാശം ചില്ലകളിൽ നേരിട്ട് പതിച്ചാലേ കനത്ത വിളവ് കിട്ടുകയുള്ളൂ. കുമിൾ ബാധയേറ്റ് ചെറുമരങ്ങളുടെയും തൈകളുടെയും ചില്ലകൾ ഉണങ്ങാം. ഈ ചില്ലകളുടെ തണ്ടിൽ നിറവ്യത്യാസം വന്നതിന് തൊട്ടു മുമ്പ് വെച്ച് മുറിക്കുക. മുറിപ്പാടിൽ ബോഡോ കുഴമ്പ് തേച്ചാൽ നന്ന്. മുറിച്ചെടുത്ത ചില്ലകൾ കത്തിച്ചു കളയണം. കശുമാവിൻ തോട്ടത്തിലെ മണ്ണൊലിപ്പ്
പൂർണ്ണമായും തടയണം. തോട്ടത്തിൽ മണ്ണിളക്കിയുള്ള കളനിയന്ത്രണം പാടില്ല. മഴക്കുഴികൾ, ബണ്ടുകൾ, പ്ലാറ്റ്ഫോം എന്നിവയുണ്ടാക്കി മണ്ണൊലിപ്പ് തടയുക. ചെറു തൈകൾക്ക് താങ്ങു നൽകുക. തൈനടിയിൽ ഈ മാസവും തുടരാം. കനത്ത മഴയിൽ ഒഴിവാക്കുക. നടുന്നതിന് മുമ്പ് ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളവും ഫോസ്ഫറസ് വളവും ചേർക്കുക. തൈ നട്ട് ചുറ്റും മണ്ണിട്ട് ഉറപ്പിക്കണം. ആവശ്യമെങ്കിൽ താങ്ങും നൽകുക. നട്ട് ഉടനെ പ്ലാറ്റ്ഫോം വെട്ടി മണ്ണൊലിപ്പും തൈയുടെ ചുവട്ടിൽ വെള്ളം കെട്ടുന്നതും ഒഴിവാക്കുക. മഴക്കാലത്ത് റെയിൻ ഗാർഡ് ഉപയോഗിച്ച് വെട്ടുന്ന മരങ്ങളുടെ പുതുപ്പട്ടയും വെട്ടുചാലും കുമിൾനാശിനി കൊണ്ട് ആഴ്ചയിൽ 2 തവണ കഴുകണം. ആവരണ വിളയ്ക്ക് സംരക്ഷണം നൽകണം. കളയെടുപ്പ്, നഴ്സറി പരിപാലനം എന്നിവ ശ്രദ്ധിക്കുക. മഴക്കുഴികളുടെ ഗുണം വേനൽക്കാലത്ത് ലഭിക്കും. തോട്ടങ്ങളിൽ നിന്ന് മണ്ണൊലിപ്പുണ്ടാകരുത്. അതുപോലെ വെള്ളക്കെട്ടും ഒഴിവാക്കണം. നേന്ത്രൻ വാഴയ്ക്ക് ഊന്നുകൊടുക്കൽ ഈ മാസം തീരണം. മഴ തുടങ്ങുന്നതോടെ നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ തീർക്കണം. നട്ട് 2 മാസമായ പാളയൻകോടന് ചുവടൊന്നിന് 110, 500, 335 ഗ്രാം വീതം യൂറിയ, റോക്ക് ഫോസ്ഫേറ്റ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ ചേർക്കാം. തുടർന്ന് കളകൾ ചെത്തി ചുവട്ടിൽ കൂട്ടി മണ്ണിട്ട് മൂടുക. ഫലപുഷ്ടിയുള്ള മണ്ണിൽ റോക്ക് ഫോസ്ഫേറ്റ്, പൊട്ടാഷ് വളങ്ങൾ കുറയ്ക്കാം. ഇലകളിൽ കണ്ണിൻ്റെ ആകൃതിയിലുള്ള വലിയ പൊട്ടുകൾ ഉണ്ടാകുകയും പിന്നീട് അവ ഒന്നിച്ചു ചേർന്ന് ഇലകൾ കരിയുകയും ചെയ്യുന്ന സിഗാട്ടോക്ക എന്ന കുമിൾ രോഗം മഴ തുടങ്ങുന്നതോടെ വ്യാപകമാകും. ഈ രോഗം രൂക്ഷമായ ഇലകൾ മുറിച്ച് കത്തിക്കണം. രോഗം കണ്ടു തുടങ്ങുന്നതോടെ ബോഡോ മിശ്രിതം 1%, ബാവിസ്റ്റിൻ 1 ഗ്രാം, കാലിക്സിൻ 0.5 മില്ലി, ഡൈത്തേൻ M45 2 ഗ്രാം എന്നിവയിലൊന്ന് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് മാറി മാറി തളിക്കുക. പകരം സ്യൂഡോമോണാസ് കൾച്ചർ 10-15 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് 2-3 തവണ തളിക്കുക. തടതുരപ്പൻ പുഴുവിൻ്റെ ഉപദ്രവം ശ്രദ്ധിക്കുക. കഠിനമായി ഉപദ്രവമേറ്റ വാഴകളും കുലവെട്ടിയ വാഴയുടെ ഉപദ്രവമേറ്റ അവശിഷ്ടങ്ങളും കത്തിച്ചു കളയുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യുക. ഒരു ചുവട്ടിൽ 2-ൽ കൂടുതൽ വാഴകൾ കട്ട പിടിച്ച് വളരാൻ അനുവദിക്കരുത്. വാഴയുടെ ഉണങ്ങിയ ഇലകൾ മുറിച്ചു കളഞ്ഞ് തോട്ടം വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇക്കാലക്സ് 2 മില്ലി, സെവിൻ 50% 4 ഗ്രാം, ഡെസ്ബാൻ 20% 1.5 മില്ലി എന്നിവയിലൊന്ന് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് തളിക്കുക. ലായനി ഓലക്കവിളുകളിലും ചുവട്ടിലും വീഴണം. കൂടാതെ തടങ്ങളിൽ പുഴുക്കൾ ഉണ്ടാക്കിയ സുഷിരങ്ങളിലൂടെ ലായനി ഇറങ്ങത്തക്ക വിധം നോസിൽ ക്രമീകരിച്ച് തളിക്കണം. ഇളകി വീഴുന്ന കൊടിത്തലകൾ പിടിച്ചുകെട്ടണം. താങ്ങുമരത്തിൻ്റെ ചില്ലകൾ വെട്ടിമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ വീഴാൻ അനുവദിക്കുക. തണൽ കൂടിയാൽ പൊള്ളുവണ്ടും കുമിൾ രോഗങ്ങളും കൂടും. കായ്പിടുത്തം കുറയും. സ്യൂഡോമോണാസ് കൾച്ചർ 10-15 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ചേർത്ത് തളിക്കുക. തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. മണ്ണിൽ കൂടുതൽ ജൈവവളം ചേർക്കുകയും നേരിയ തോതിൽ രാസവളമിടുകയും നീർവാർച്ച ഉറപ്പാക്കുകയും ചെയ്യുക. ചെടിച്ചുവട്ടിൽ ട്രൈക്കോഡെർമ പ്രയോഗിക്കുക. ചെടികളിൽ സ്യൂഡോമോണാസ് തളിക്കുക. ചുവട്ടിൽ മണ്ണിളക്കം ഒഴിവാക്കി പുതയിടുക എന്നിവ കൂടി ചെയ്താൽ നല്ല വിളവ് ഉറപ്പാക്കാം. ഈ മാസം മൃദുചീയൽ രോഗം ഉണ്ടാകാം. അവിടവിടെ ചുവടുകൾ അഴുകി നശിക്കുന്നു. രോഗം ബാധിച്ച ചുവടുകൾ പിഴുതെടുത്ത് ചൂടുക. അവ നിന്ന ഭാഗം ബോഡോ മിശ്രിതം കൊണ്ട് കുതിർക്കണം, അല്ലെങ്കിൽ പകരും. ബോഡോ മിശ്രിതത്തിന് പകരം ഡൈത്തേൻ M45 എന്ന കുമിൾനാശിനി 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ഉപയോഗിക്കാം. ഇഞ്ചി നടുന്ന സമയത്ത് ട്രൈക്കോഡെർമ കൾച്ചർ ഉപയോഗിക്കുക. ഈ മാസം ആദ്യം സ്യൂഡോമോണാസ് കൾച്ചർ 10-15 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് സ്പ്രേ ചെയ്യുക. കൂടുതൽ ജൈവവളം ചേർക്കുന്നതും നല്ല നീർവാർച്ചയും രാസവളങ്ങൾ നേർത്ത അളവിൽ പല തവണയായി നൽകുന്നതും ട്രൈക്കോഡെർമ, സ്യൂഡോമോണാസ് എന്നിവ ഉപയോഗിക്കുന്നതും മുന്തിയ ഇനങ്ങൾ നടുന്നതും ഇഞ്ചി കൃഷി വിജയിപ്പിക്കുവാൻ സഹായിക്കും. കഴിവതും ഓരോ വർഷവും പുതിയ സ്ഥലത്ത് ഇഞ്ചി നടുക. കളകൾ നീക്കി തോട്ടം വൃത്തിയാക്കിയിടുക. തോട്ടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകാതെ കാനകൾ താഴ്ത്തിയിടുക. കുമിൾ രോഗങ്ങൾ കണ്ടാൽ ബോഡോ മിശ്രിതം ഉപയോഗിക്കുക. ജാതിയിൽ ചില ഭാഗത്ത് ഇലകളും കൊമ്പും കൂട്ടത്തോടെ കരിയുന്നത് കാണുന്നെങ്കിൽ
കമ്പ് മുറിച്ച് കത്തിക്കുകയും ബാവിസ്റ്റിൻ ലിറ്ററിന് 2 ഗ്രാം എന്ന കണക്കിനോ ബോഡോ മിശ്രിതമോ തളിക്കുകയും വേണം. പുതിയ തോട്ടങ്ങളിൽ തണൽ മരങ്ങളുടെ തൈകൾ നടാം. തൈകൾ നടുക, താങ്ങു കൊടുക്കുക എന്നിവയാണ് പുതിയ തോട്ടങ്ങളിലെ പ്രധാന പണികൾ. നിലവിലുള്ള തോട്ടങ്ങളിൽ ഇടപോക്കുക. ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന തണ്ടും പൂങ്കുലകളും നീക്കുക. ഈ മാസം വളമിടിയിൽ തീരണം. അഴുകൽ രോഗത്തെ ശ്രദ്ധിക്കുക. രോഗം ബാധിച്ച മൂടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. അവ നിന്ന ഭാഗം കുമിൾനാശിനി കൊണ്ട് കുതിർക്കണം. തുടർന്ന് ബോഡോ മിശ്രിതം ഏലച്ചെടികളിൽ തളിക്കുക. ട്രൈക്കോഡെർമ കൾച്ചർ അഴുകിപ്പൊടിഞ്ഞ കാലിവളത്തിൽ കലർത്തി ചേർക്കുന്നത് ഇത്തരം രോഗങ്ങളെ ചെറുക്കും. സ്യൂഡോമോണസ് കൾച്ചർ 10-15 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ മഴ വിട്ടുനിൽക്കുന്ന സമയത്ത് തളിക്കുന്നത് കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും. നമുക്ക് ചില തനത് ശീതളപാനീയങ്ങൾ ഉണ്ടായിരുന്നു. നാരങ്ങ പിഴിഞ്ഞ് ഉപ്പോ പഞ്ചസാരയോ ചേർത്ത് നാടൻ സോഡയോ മൺപാത്രത്തിൽ കോരി വെച്ച കിണർവെള്ളമോ ഒഴിച്ചുണ്ടാക്കിയിരുന്ന നാരങ്ങാ വെള്ളവും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ചതച്ചു ചേർത്തുണ്ടാക്കുന്ന സംഭാരവുമൊക്കെ നമ്മുടെ ദാഹത്തെ മാത്രമല്ല ശമിപ്പിച്ചിരുന്നത്, ശരീരത്തിനാവശ്യമുള്ള ജീവകങ്ങളും ധാതുക്കളുമൊക്കെ പ്രദാനം ചെയ്യാൻ പോന്നവയായിരുന്നു അവയൊക്കെയും. എത്ര പെട്ടെന്നാണ് നമ്മുടെ പാനീയങ്ങളെ പുത്തൻ അധിനിവേശ പാനീയങ്ങൾ നിഷ്പ്രഭമാക്കിയത്. ആഠ്യത്വത്തോടെ കടന്നുവന്ന ശീതള പാനീയങ്ങളെ ആവേശത്തോടെ നാം വരവേറ്റു. രുചിയും സ്വാദും കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതയെ ഉത്തേജിപ്പിക്കാൻ പോന്നവയായിരുന്നു അവയൊക്കെയും. കോളകൾ അപകടകാരിയാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തി. നമുക്കിന്ന് പുത്തൻ ശീതള പാനീയങ്ങൾ ആവേശമല്ല, എന്നാൽ പകരം പാനീയങ്ങൾക്കായി നാം കൊതിക്കുന്നു. പകരമായി ഇളനീരും പഴച്ചാറുകളും നമ്മുടെ തനതു ശീതള പാനീയങ്ങളായ നാരങ്ങാ വെള്ളവും സംഭാരവുമൊക്കെ താരങ്ങളാവുകയാണ്. ഇളനീർ ഏറ്റവും നല്ല ദാഹശമിനിയാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളും ജീവകങ്ങളും ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. മറ്റ് സാധാരണ ആഹാരത്തിൽ നിന്നും അവ ലഭിക്കുന്നതുമല്ല. ഇളനീർ പതിവായി കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് രക്തസമ്മർദ്ദം ക്രമപ്പെടുത്താൻ വളരെ സഹായകമാണ്. പക്ഷേ ഇളനീർ വിൽപ്പന സാധാരണ കടക്കാരെ സംബന്ധിച്ച് ആയാസകരമായ ഒരു സംഗതിയാണ്. ഇളനീർ സൂക്ഷിക്കാനുള്ള സൗകര്യം, ഇളനീരിൻ്റെ ഉപയോഗം കഴിഞ്ഞുള്ള തൊണ്ട് സൂക്ഷിക്കാനുള്ള സൗകര്യം, ഇളനീർ വെട്ടിയും ചെത്തിയും നൽകാനുള്ള വൈദഗ്ധ്യം എന്നിവ തീർച്ചയായും വേണം. ഇളനീരിൻ്റെ അസൗകര്യങ്ങളൊക്കെ മാറ്റി മറ്റേതൊരു ശീതളപാനീയം പോലെയും കൈകാര്യം ചെയ്യാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇളനീർ സോഡയും ഇളനീരും ഇളനീർ ഐസ്ക്രീമുമൊക്കെ വിപണിയിൽ എത്തിയിരിക്കുന്നു. അതും നമുക്ക് സൗകര്യപ്രദമായ അതേ പെറ്റ് ബോട്ടിലുകളിൽ തന്നെ. ഇളനീരുകൾ വിളവെടുക്കുന്നത് ശ്രദ്ധയോടെ വേണം. ഇളനീർ പൊട്ടാതെ കുലയോടെ വെട്ടി കെട്ടിയിറക്കണം. പൊട്ടിയ ഇളനീർ വേഗം ചീത്തയാവും. അറിയാതെ മറ്റുള്ളവയിൽ കലർന്നാൽ അത്രയും ഇളനീർ വെള്ളവും മാറ്റിക്കളയേണ്ടി വരും. എല്ലാ 30 ദിവസവും കരിക്ക് വിളവെടുക്കാം എന്നൊരു മെച്ചം കൃഷിക്കാർക്കുണ്ട്. സ്ഥിരം വിലയും ലഭിക്കുന്നു. തേങ്ങ ഇടുന്നതിനേക്കാൾ കരിക്കിടുന്നതാണ് തെങ്ങിന് നല്ലത്. ഓരോ മാസവും വിളവെടുക്കാം എന്നൊരു മെച്ചം കർഷകനുമുണ്ട്. കരിക്ക് ഇടുന്തോറും കൂടുതൽ കൂമ്പുകൾ മാസത്തിൽ 1 എന്ന കണക്കിൽ തെങ്ങിലുണ്ടാവും. തേങ്ങയായി വിളവെടുക്കുമ്പോൾ കൂമ്പ് പൊട്ടൽ 8-9 എണ്ണമായി ചുരുങ്ങും. എന്ന് മാത്രമല്ല, തെങ്ങിന് കൂടുതൽ പോഷകമൂലകങ്ങൾ വലിച്ചെടുക്കേണ്ടിയും വരും. തെങ്ങിൻ്റെ ആയുസ്സും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതാണ് കരിക്കിടിയിൽ രീതി.
കരിക്ക് ചെത്തി വെള്ളം ചുവടെ വെച്ചിട്ടുള്ള ബോട്ടിലിൽ ശേഖരിക്കുകയാണ് ആദ്യം ചെയ്യുക. ശേഖരിച്ച വെള്ളം പിന്നീട് അരിക്കലിന് വിധേയമാക്കുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് ശുദ്ധീകരിക്കുന്നതോടൊപ്പം കാർബൺ വാതകവും കൂടി ചേർക്കുന്നതോടുകൂടി ഇളനീർ സോഡ നിർമ്മിതി പൂർത്തിയാകുന്നു. $200 മില്ലിയാണ് ഈ ഉൽപ്പന്നത്തിന്റെ അളവ്. ഇളനീർ സോഡ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇളനീർ കൂളും ഉണ്ടാക്കുക. എന്നാൽ ഇളനീർ കൂളിൽ കാർബൺ വാതകം കലർത്തുകയില്ല. ഇളനീർ വെള്ളം അങ്ങനെ തന്നെ പെറ്റ് ബോട്ടിലിൽ നിറയ്ക്കുന്നു. 500 മില്ലിയാണ് ഇളനീർ കൂളിന്റെ അളവ്. ഇളനീർ എടുത്ത ശേഷം തൊണ്ടിൽ അവശേഷിക്കുന്ന കാമ്പെടുത്ത് മറ്റ് ഐസ്ക്രീം ചേരുവകൾ കൂടി ചേർത്താണ് ഇളനീർ ഐസ്ക്രീം നിർമ്മിക്കുന്നത്. $50 മില്ലി, 100 മില്ലി, 500 മില്ലി എന്നീ അളവുകളിൽ ഇത് കപ്പിലാക്കി നൽകുന്നു. വിവാഹം, വിരുന്ന് എന്നിവയ്ക്ക് ഓർഡർ അനുസരിച്ച് ഐസ്ക്രീം നൽകി വരുന്നു. കരിക്കിൻ്റെ തൊണ്ട് നന്നായി ചെത്തിയൊരുക്കി വട്ടത്തിലോ സമചതുരത്തിലോ ഉള്ള ആകൃതിയിലാക്കിയ ശേഷം പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റും സിട്രിക് ആസിഡും കൂട്ടിക്കലർത്തിയ ലായനിയിൽ മുക്കിയെടുക്കുന്നു. ഇങ്ങനെ ചെയ്യുക വഴി കരിക്കിൻ്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെടാതെ ഏറെ സമയം ഇരിക്കും. ചെത്തിയൊരുക്കിയ കരിക്കിൽ സ്റ്റിക്കറും പാക്കിംഗ് പേപ്പറും ഒട്ടിച്ച് വിൽപ്പനയ്ക്ക് നൽകുന്നു. ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഏജൻസികളെ ഏൽപ്പിച്ചാണ് വിൽപ്പന നടത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ 6 താലൂക്കുകളിൽ ഇപ്പോൾ ഇവയൊക്കെ ആവശ്യക്കാർക്കായി വിതരണം ചെയ്തു വരുന്നു. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക.
മണ്ണിൽ പോഷകതത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷകതത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. ഒന്ന് ക്ഷമിക്കും മോളെ, ഇതുവരെയും പരിപ്പ് വെന്തിട്ടില്ല. വിഷമിക്കാതിരിക്കും പൊന്നുന്റെ അമ്മേ, ഇത്തവണ നമ്മുടെ പരിപ്പ് ശരിക്കും വെന്തോളും. എന്ന് വെച്ചാലോ? ഇത്തവണ NFSM കീഴിൽ പരിപ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ രീതികൾ കാണിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് 1000 മേഖലകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രദേശവും ഉൾപ്പെടുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് നമ്മുടെ 5 ഏക്കർ പാടത്തിന് വളവും കീടനാശിനിയും കൂടാതെ മേൽത്തരം വിത്തിന്റെ മിനി കിറ്റും ലഭിക്കുമെന്നേ. പക്ഷേ ഇത്രയും പരിപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യയെ, ഇപ്പോ സർക്കാർ പയർവർഗ്ഗങ്ങളുടെ താങ്ങുവിലയും നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് വാങ്ങുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുന്നു. ഇതുമൂലം നമ്മുടെ വരുമാനം വർദ്ധിക്കില്ലേ? പിന്നെ നമ്മുടെ മോള് നല്ല സ്കൂളിൽ പോയി ഒരു വലിയ കൃഷിശാസ്ത്രജ്ഞയാകില്ലേ? ശിവപുരി ഗ്രാമത്തിലെ സന്യാസിതൻ ദിവ്യത്വം അപാരം. നാട്ടിലെ സംസാരം ഏവരുടെയും തലവിധി തിരുത്തുന്നവൻ സ്വാമി. കൃഷി ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാൽ വിളകൾ കുമിഞ്ഞുകൂടും. എന്നാൽ ഒരു നാൾ സന്യാസിതൻ രഹസ്യം പരസ്യമായി. കിസാൻ കോൾ സെന്ററിൽ നിന്നാണ് അറിഞ്ഞിരുന്ന അദ്ദേഹം ഉന്നത കൃഷിക്കുള്ള കാര്യങ്ങൾ. കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും കിസാൻ കോൾ സെന്ററിലെ കൃഷി വിദഗ്ധന്റെ ഉപദേശം തേടും. ഉടൻ അപ്പോൾ തന്നെ സ്വന്തം ഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും സൗജന്യ നമ്പറിൽ വിളിക്കൂ. 1800 1551. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ പ്ലാന്റിംഗിലും പരിപാലനത്തിലും പരിശീലനം. മത്സ്യകൃഷിയിൽ പരിശീലനം. വാർത്തകൾ വിശദമായി. റബ്ബർ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജൂലൈ 23 റബ്ബർ പ്ലാന്റിംഗിലും പരിപാലനത്തിലും ഏകദിന പരിശീലനം നൽകുന്നു. 400 രൂപയാണ് പരിശീലന ഫീസ്. SC/ST വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ 50% ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. ഫീസ് മണി ഓർഡറായോ കോട്ടയത്ത് മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റായോ അടയ്ക്കാം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ അയക്കേണ്ട വിലാസം: ഡയറക്ടർ പരിശീലനം, റബ്ബർ ബോർഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, റബ്ബർ ബോർഡ് PO, കോട്ടയം 9. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 235 1313. മറ്റൊരു നമ്പർ 0481 235 3127. ഇന്ത്യൻ കർഷകന്റെ രക്ഷയ്ക്ക് കാർഷിക നയങ്ങൾ പൊളിച്ചെഴുതേണ്ടത് അനിവാര്യമാണെന്ന് പ്രമുഖ കാർഷിക പത്രപ്രവർത്തകനും നിരീക്ഷകനുമായ ദേവീന്ദർ ശർമ്മ അഭിപ്രായപ്പെട്ടു. കേരള കാർഷിക സർവകലാശാലയുടെ പാരിസ്ഥിതിക ധനശാസ്ത്ര ഉന്നത പഠന കേന്ദ്രം വെള്ളാനിക്കരയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാർഷിക നയങ്ങളും പരിസ്ഥിതിയും എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു ശർമ്മ. ഹോർട്ടിക്കൾച്ചർ കോളേജ് അസോസിയേറ്റ് ഡീൻ ഡോക്ടർ CT എബ്രഹാം, ഡോക്ടർ P ഇന്ദിരാദേവി, ഡോക്ടർ ജെസ്സി K ജേക്കബ്, ഡോക്ടർ A പ്രേമ എന്നിവർ സംസാരിച്ചു. ജലകൃഷി വികസന ഏജൻസി അഡാക് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 3-ാം തീയതി വൈക്കത്ത് വെച്ച് കർഷകർക്ക് ശാസ്ത്രീയ മത്സ്യകൃഷി, ഒരു നെല്ലും ഒരു മീനും കൃഷി, കരിമീൻ കൃഷി എന്നിവയിൽ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ള കർഷകർ, പാടശേഖര സമിതിക്കാർ എന്നിവർ അഡാക്കിന്റെ ആലപ്പുഴ റീജിയണൽ ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477 226 2322. സംരക്ഷിത കൃഷി ജനകീയമാകുന്നത് കേരളത്തിലെ പഴം പച്ചക്കറി ഉൽപാദനത്തിൽ വൻതോതിലുള്ള മുന്നേറ്റത്തിന് വഴിതെളിക്കുമെന്ന് കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P രാജേന്ദ്രൻ പറഞ്ഞു. മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സഹായത്തോടെ സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രവചനാതീതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതിജീവിക്കാൻ സംരക്ഷിത കൃഷി അല്ലാതെ വേറെ വഴിയില്ലെന്ന് കർഷകർ
തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാന വ്യാപന ഡയറക്ടർ ഡോക്ടർ പി വി ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കമ്മ്യൂണിക്കേഷൻ സെന്റർ വിഭാഗം മേധാവി ഡോക്ടർ എം രഞ്ജിത്ത്, ഗവേഷണ വിഭാഗം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ GM തോമസ്, ഡോക്ടർ പി സുശീല എന്നിവർ സംസാരിച്ചു. ചേന, കാച്ചിൽ, ചേമ്പ്, മരച്ചീനി എന്നീ കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് ഇപ്പോൾ വളമിടാനുള്ള സമയമാണ്. ചേനയുടെ ഇട ഇളക്കി കളകൾ നീക്കിയ ശേഷമാണ് വളമിടേണ്ടത്. നട്ട് 45 ദിവസമാകുമ്പോൾ ഏക്കറിന് 35 കിലോഗ്രാം യൂറിയ, 120 കിലോ റോക്ക് ഫോസ്ഫേറ്റ്, 34 കിലോ പൊട്ടാഷ് എന്നിവ ചുറ്റും വിതറി ചുവട്ടിൽ ഇളകിയ മണ്ണ് കൂട്ടുകയും വേണം. 65 ദിവസമായാൽ ഏക്കറിന് 35 കിലോ യൂറിയയും 34 കിലോ പൊട്ടാഷ് വളവും ചേർക്കാം. ചേമ്പ് മുളച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ ഏക്കറിന് 35 കിലോ യൂറിയ, 100 കിലോ റോക്ക് ഫോസ്ഫേറ്റ്, 34 കിലോ പൊട്ടാഷ് എന്നീ വളങ്ങൾ ചേർക്കാം. 2 മാസം പ്രായമായ മരച്ചീനിക്ക് ഏക്കറിന് 22 കിലോ യൂറിയയും 17 കിലോ പൊട്ടാഷും ഉപയോഗിക്കേണ്ടതാണ്. കാച്ചിലിന് കളകൾ നീക്കം ചെയ്ത് ഇട ഇളക്കി ഏക്കറിന് 35 കിലോ യൂറിയയും 27 കിലോ പൊട്ടാഷ് വളവും ചേർക്കുന്നതാണ് ഉത്തമം. കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 259 8855. തോട്ടങ്ങളിൽ മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ റബ്ബർ ചെടിയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് ബാധിക്കും. ഇങ്ങനെ കണ്ട NPK വളങ്ങൾക്കൊപ്പം ഹെക്ടർ 1-ന് 50 കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് കൂടി ചേർത്ത് വളപ്രയോഗം നടത്താൻ റബ്ബർ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ ഫീൽഡ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം വിവിധ വിഷയങ്ങളിൽ ജൂലൈ മാസം പരിശീലനം നൽകുന്നു. ജൂലൈ 3-ാം തീയതി വാഴ കൃഷിയിലും 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെ പുഷ്പാലങ്കാരം, ബൊക്കെ നിർമ്മാണം എന്നിവയിലും 10-ാം തീയതി പച്ചക്കറി കൃഷിയിലും പരിശീലനം നൽകുന്നു. താല്പര്യമുള്ളവർ എത്രയും വേഗം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474 266 3599. കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 17,600 രൂപ, റബ്ബർ RSS 5 17,000 രൂപ, വെളിച്ചെണ്ണ 6,900 രൂപ, കൊപ്ര 4,850 രൂപ, കുരുമുളക് 40,000 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 250 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ 425 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 40,000 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 38,500 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് കിൻഡലിന് 39,000 രൂപ, വയനാടൻ കുരുമുളക് 39,500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് കിൻഡലിന് 4,750 രൂപ, താളിപ്പറമ്പ് 4,500 രൂപ, കാസർഗോഡ് 4,200 രൂപ. വെളിച്ചെണ്ണ വിപണി കണ്ണൂർ കിൻഡലിന് 7,335 രൂപ, കോട്ടയം 7,400 രൂപ, ആലപ്പുഴ 6,900 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.2 22.8, കൊച്ചി 32 21.6, ആലപ്പുഴ 29.6 23, പുനലൂർ 33.2 23.2, തിരുവനന്തപുരം 30.3 ഡിഗ്രി സെൽഷ്യസ് 23 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.